ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കപ്പലണ്ടി വറുത്തതാണ്. നമ്മൾ സാധാരണ ബീച്ചിലോ അല്ലെങ്കിൽ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴോ വറുത്ത കപ്പലണ്ടിയുടെ സ്മെൽ വരുമ്പോൾ നമ്മൾ അറിയാതെ അത് വാങ്ങിക്കുകയും കഴിക്കുകയും ചെയ്യും. അതേ കപ്പലണ്ടി നമ്മൾ വീട്ടിലേക്ക് വാങ്ങി വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ അതേ ടേസ്റ്റ് പോകും. എന്നാൽ അതേ ടേസ്റ്റോടെ ചൂടോടെ നമുക്ക് എങ്ങനെ അത് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം കപ്പലണ്ടി, ഒരു 1.5 കപ്പോളം ഉപ്പ്, അല്പം വെള്ളം. ആദ്യം കപ്പലണ്ടിയിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പിടാം. അല്പം വെള്ളം തളിച്ചു കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ വെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കാം നമുക്ക്. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വറുക്കാൻ ആവശ്യമുള്ള ഉപ്പിടാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉപ്പ് നന്നായി ചൂടാവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ കപ്പലണ്ടി ഇടാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം ഉപ്പ് വേഗം കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഉപ്പ് നന്നായി ചൂടായതിന് ശേഷം കപ്പലണ്ടി ഇടാം. ഇപ്പോൾ ഉപ്പ് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടി അതിലേക്ക് ഇടാം. ആദ്യം കപ്പലണ്ടി ഇടുമ്പോൾ ഉപ്പൊക്കെ ഇതിൻ്റെ മീതെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അത് കുഴപ്പമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ അതെല്ലാം താനെ വിട്ടുമാറിക്കോളും. കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഈ കപ്പലണ്ടി ഒന്ന് ചൂടാക്കി എടുക്കണം. അതുകൊണ്ടോ ഇപ്പോൾ ആദ്യം ഇതിൽ പറ്റിപ്പിടിച്ചിരുന്ന ഉപ്പെല്ലാം ഇതിൽ നിന്നും വിട്ടു. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് വറുത്തെടുക്കാം. ഇത് പൊട്ടി തുടങ്ങുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ അതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കപ്പലണ്ടി എല്ലാം ഒരുവിധം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടെ ഇത് നമ്മൾ ഇളക്കി കൊടുക്കണം. കാരണം ഉപ്പിന് നല്ല ചൂടുള്ളതുകൊണ്ട് കപ്പലണ്ടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 1-2 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കപ്പലണ്ടി എടുത്തൊന്ന് ഇങ്ങനെ തെന്നിച്ച് നോക്കാം. കണ്ടോ, നമ്മുടെ കപ്പലണ്ടി നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പിൽ നിന്നും എടുത്തു മാറ്റാം. ഇപ്പോൾ കപ്പലണ്ടി വറുത്തത് റെഡിയായി. ഇനി നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.